ഓക്കെ, നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഫേസ് ഷിഫ്റ്റ് കീയിങ് ആണ്. ഫേസ് ഷിഫ്റ്റ് കീയിങ് അല്ലെങ്കിൽ PSK എന്ന് പറയും. ഇതിനകത്ത് ഫേസ് ഷിഫ്റ്റ് കീയിനകത്ത് ബൈനറി സീറോസ് ആൻഡ് വൺസ് ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിൽ നമ്മുടെ ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയും പീക്ക് ലെവലിലാണ് നമ്മൾ നോക്കുക. അത് ഒരു ഫേസ് ഒരു ഡിഗ്രിയിൽ നിന്ന് അടുത്ത ഡിഗ്രിക്ക് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഫേസ് സ്റ്റേബിളായി നിൽക്കുന്ന സമയത്ത് ഫ്രീക്വൻസി ആംപ്ലിറ്റ്യൂഡും ഈ കേസിൽ ഓക്കെ. മറ്റുള്ള കേസിൽ വേരി ചെയ്യുന്നത്, അതായത് ഇപ്പോൾ ആംപ്ലിറ്റ്യൂഡിൻ്റെ കേസിലാണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്യുമ്പോൾ ഫ്രീക്വൻസിയും ഫേസും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഫ്രീക്വൻസിയുടെ കേസിലാവുമ്പോൾ ആംപ്ലിറ്റ്യൂഡും ഫേസും കോൺസ്റ്റൻ്റ് ആവും. അതുപോലെ തന്നെ ഫേസിൻ്റെ കേസിലാവുമ്പോൾ ഫേസ് ചേഞ്ചസ് വരുന്ന സമയത്ത് ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. അത് ബൈനറി 1 and 0 എന്നുള്ളതിനാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ ഫേസിൻ്റെ ഡിഗ്രി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 0യിൽ നിന്നാണ്. 0 സ്റ്റാർട്ട് ചെയ്തിട്ട് ആണ് നമ്മൾ നോക്കുക. 0 to 180 എന്ന് വരിക. 0 ആണെങ്കിൽ ബൈനറി 0 തന്നെ ആയിരിക്കും. 180 ആകുമ്പോൾ ബൈനറി 1 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് ഉണ്ടായിരിക്കുക. ഇനി ഇതിനകത്ത് അടുത്തത് അതിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് PSK കൊടുത്തിരിക്കുന്നത്. അത് സ്റ്റാർട്ടിംഗ് ലെവൽ 0 ആയിട്ടും പിന്നെ അത് കഴിഞ്ഞിട്ട് 180 ഡിഗ്രിയിലെത്തുമ്പോൾ 1 ആയിട്ടും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ മെത്തേഡിനെ നമ്മൾ 2PSK അല്ലെങ്കിൽ ബൈനറി PSK എന്നാണ് നമ്മൾ പറയുന്നത്. ഈ മെത്തേഡിനെ എന്താ പറയുന്നത്? 2PSK അല്ലെങ്കിൽ ബൈനറി PSK എന്നാണ് പറയുന്നത്. അതിൽ 2 ഡിഫറെൻറ്റ് ഫേസസ് ആണുള്ളത്. 0 and 180 ഡിഗ്രി എന്നുള്ള 2 ഫേസസ് ആണ് നമുക്കുള്ളത്. അതായത് 0 എന്ന് പറഞ്ഞാൽ ബൈനറി 0 ആയിരിക്കും, 180 എന്ന് പറഞ്ഞാൽ ബൈനറി 1 ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി അടുത്തത് താഴെ നമുക്കൊരു ഡയഗ്രം തന്നിട്ടുണ്ട് ബിറ്റ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് എങ്ങനെയാണ് ഒരു ബിറ്റും ഫേസും തമ്മിൽ എങ്ങനെയാണ് റിലേഷൻഷിപ്പ് എന്ന് കാണിക്കുന്നതാണ് ഈ ഡയഗ്രാം. അതിൽ ബിറ്റ് 0 എന്ന് പറയുമ്പോൾ ഫേസും 0 ആയിരിക്കും. ബിറ്റ് 1 എന്ന് പറയുമ്പോൾ ഫേസും 1 ആയിരിക്കും. ഓക്കെ, അടുത്ത സെക്കൻഡ് ഡയഗ്രാം എന്ന് പറയുന്നത് കോൺസ്റ്റലേഷൻ ഡയഗ്രാം എന്ന് പറയും. കോൺസ്റ്റലേഷൻ ഡയഗ്രത്തിൽ ഫേസിൻ്റെ സ്റ്റേറ്റിനെ മാത്രം റെപ്രസെൻ്റ് ചെയ്യുന്ന ഡയഗ്രമാണ് കോൺസ്റ്റലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ 180 ഡിഗ്രി നമ്മൾ വരയ്ക്കുമ്പോൾ, സാധാരണ നമ്മളൊരു പ്രൊട്രാക്ടറൊക്കെ വെച്ച് വരയ്ക്കുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും 180 ഡിഗ്രി കാണിക്കുന്നത്, അതേപോലെ തന്നെ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ലെഫ്റ്റ് മൗസ് സൈഡിൽ നമുക്ക് 1 വന്നാൽ അത് 180 ഡിഗ്രിയും റൈറ്റ് മൗസ് സൈഡിൽ 0 വന്നിട്ടുള്ളത് അത് 0 ഡിഗ്രി ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടുത്തെ അടുത്ത അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ASK പോലെ നോയ്സ് പ്രോബ്ലം വരില്ല, FSK പോലെ ബാൻഡ് വിഡ്ത്ത് പ്രോബ്ലം ഇവിടെ ഉണ്ടാവില്ല. ഓക്കെ, this means the smaller variation in signal can be detected reliable by the receiver. ഓക്കെ, ഇതിൽ ഇൻസ്റ്റെഡ് ഓഫ് യൂട്ടിലൈസിങ് ഓൺലി 2 വേരിയേഷൻസ് ഓഫ് ദി സിഗ്നൽ, 2 വേരിയേഷൻസ് ആണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്, 1 ബിറ്റും 0 ബിറ്റും ആയിട്ടുള്ള. അതേപോലെ നമുക്കിവിടെ 4 വേരിയേഷൻസ് ചെയ്യാൻ പറ്റും. ഓരോ ഫേസ് ഷിഫ്റ്റിലും നമുക്ക് 2 ബിറ്റ് ഉപയോഗിച്ചിട്ട് 4 വേരിയേഷൻസ് ചെയ്യാൻ പറ്റും. സിംഗിൾ ബിറ്റ് ഉപയോഗിച്ചിട്ട് 2 വേരിയേഷൻസാണ് ചെയ്യാൻ പറ്റുക വെച്ചെങ്കിൽ ഡബിൾ ബിറ്റ് ഉപയോഗിച്ച് നമുക്ക് 4 വേരിയേഷൻസ് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ സിംഗിൾ ബിറ്റ് ആകുമ്പോൾ 0യും 1ഉം മാത്രം പറയുന്ന പോലെ 4 ബിറ്റ് ആകുമ്പോൾ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇത് സ്റ്റാർട്ടിംഗ് ഡിഗ്രി 00 എന്ന് റെപ്രസെൻ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് 0 കഴിഞ്ഞാൽ നെക്സ്റ്റ് അവർ 90 ഡിഗ്രി, അത് 01 ആയിരിക്കും. നെക്സ്റ്റ് 180 ഡിഗ്രി എന്ന് പറയുന്നത് 10 ആയിരിക്കും. പിന്നെ 270 ഡിഗ്രി 11. അങ്ങനെയാണ് 4 എണ്ണമായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ ടെക്നിക്കിനെ നമ്മൾ 4PSK അല്ലെങ്കിൽ QPSK എന്നാണ് പറയുക. ഓക്കെ, ഇതിൽ ഓരോ ഈച്ച് ഫേസും റെപ്രസെൻ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് ചെയ്യും? ഡിബിറ്റ് എന്ന് പറയും. ഓക്കെ, ഇതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് 2 ബിറ്റ് PSK അല്ലെങ്കിൽ 2PSKനേക്കാളും 2 ടൈംസ് ഫാസ്റ്ററാണ് 4PSK എന്ന് പറയുന്നത്. ഇതേപോലെ നമുക്ക് 8PSK ചെയ്യാം. 8PSK ചെയ്യുമ്പോൾ 8 ബിറ്റ് PSK ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് 0 കഴിഞ്ഞ് നെക്സ്റ്റ് ലെവൽ നമ്മൾ 90 സ്റ്റാർട്ട് ചെയ്തെങ്കിൽ നമ്മളിപ്പോൾ 4PSKയിൽ 0 കഴിഞ്ഞാൽ 90, പിന്നെ 180, 270 അങ്ങനെയല്ലേ നമ്മൾ ചെയ്തത്. ഇപ്പം നമ്മൾ 8 ബിറ്റ് എടുക്കുമ്പോൾ 0, 45, 90, 180, 270. അപ്പോൾ നമ്മൾ സീറോസിൻ്റെ എണ്ണം 8 ബിറ്റ് എടുക്കുമ്പോൾ ഇവിടെ 4ന് നമ്മൾ 2 എടുത്ത പോലെ അതിൻ്റെ ഡയഗ്രാം കാണിച്ചു തരാം. ഇപ്പോൾ 4ന് നമ്മൾ 2 ബിറ്റ് എടുത്തു, അതിൻ്റെ ഡയഗ്രാം ഇങ്ങനെയാണ് വരുന്നത്. അത് നോക്കുക. 00, 01,
10 11. കാരണം എന്തുകൊണ്ട് അങ്ങനെ വരാൻ കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞ ഡയഗ്രത്തിൽ ശ്രദ്ധിച്ചോ, 0 റൈറ്റ് ടു ലെഫ്റ്റാണ് നമ്മൾ പോകുന്നത്, 0 to 1 കണ്ടില്ലേ. അതേപോലെ അപ്പോൾ നമ്മൾ 4 ബിറ്റ് എടുക്കുമ്പോൾ റൈറ്റ് ടു ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ അത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് കൺസലേഷൻ ഡയഗ്രം നമ്മൾ വരയ്ക്കുക. അപ്പോൾ ആദ്യം 0 0 0 1 1 0 1 1 ഇങ്ങനെയാണ് നമ്മൾ 4 ബിറ്റിൻ്റെ ഡയഗ്രാം വരച്ചത്. അത് നമ്മൾ ഈ ഡയഗ്രത്തിന്, അതായത് ഈ ഗ്രാഫിക്കൽ വേവ് ഡയഗ്രത്തിന് വ്യത്യാസമൊന്നും വരില്ല, ഏകദേശം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് വരുന്നത്. ഇനി ഇതിപ്പോൾ 8 ബിറ്റ് ആണെങ്കിൽ നമ്മൾ 4 ബിറ്റിന് 2 എടുത്തെങ്കിൽ 8 ബിറ്റിന് നമ്മൾ 3 ബിറ്റ്സാണ് എടുക്കുക. 3 ബിറ്റ്സ് എടുക്കുമ്പോൾ 0 0 0 0 0 1 0 1 0 0 1 1 1 0 0 1 0 1 1 1 0 1 1 1 ട്രിപ്പിൾ 1, അതായത് 2 ബിറ്റിലാകുമ്പോൾ 1 1 വരുന്ന വരെയാണെങ്കിൽ 3 ബിറ്റിലാകുമ്പോൾ 1 1 വരുന്ന വരെ എടുക്കണം. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, 0 45 90 അതിനനുസരിച്ച് നമ്മൾ വേരിയേഷൻസ് വരും. നമ്മൾക്ക് എല്ലാത്തിൻ്റെയും ഇൻ ബിറ്റ്വീനിലൊരു മിഡിൽ വാല്യൂ വരും. ഓക്കെ, അങ്ങനെ എടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് +45 ആഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പോവുക. ഓക്കെ, അത് കഴിഞ്ഞാൽ അതിൻ്റെ കോൺസ്റ്റലേഷൻ ഡയഗ്രം വരുമ്പോൾ നമുക്ക് ഇത് വരുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യുക, കോൺസ്റ്റലേഷൻ ഡയഗ്രത്തിലും ആസ് യൂഷ്വൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 0 0 to 1 1 വരുന്ന വരെയുള്ള കോൺസ്റ്റലേഷൻ ഡയഗ്രം വരയ്ക്കണം. ഏകദേശം ആറ്റം സ്ട്രക്ചർ പോലെ വരും. ഓക്കെ, ഇനി ഇതിനകത്ത് ബാൻഡ് വിഡ്ത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. മിനിമം ബാൻഡ് PSK-യിലായാലും ASK-യിലായാലും മിനിമം ബാൻഡ് വിഡ്ത്ത് ആവശ്യമാണ്. അതേപോലെ മിനിമം ബിറ്റ് റേറ്റ് ആവശ്യമാണ്. അതുമാതിരി ഗ്രേറ്റർ പൊട്ടൻഷ്യാലിറ്റി എന്ന് പറയുന്നത് ASK-നേക്കാളും കൂടുതലാണ്. അതുമാതിരി ബോണ്ട് റേറ്റ് PSK-യിലും ASK-യിലും മാക്സിമം ബോഡ് റേറ്റ് ആണ്. സെയിം ബാൻഡ് വിഡ്ത്ത് ആണ് വരിക. പിന്നെ ബിറ്റ് റേറ്റ് യൂസിങ് ദ സെയിം ബാൻഡ് വിഡ്ത്ത് ക്യാൻ ബി 2 or more ടൈംസ് ഗ്രേറ്റർ ആണ്. അതുമാതിരി PSK-യിൽ വരുന്ന ബിറ്റ് റേറ്റ് യൂസ് ചെയ്യുന്ന ബാൻഡ് വിഡ്ത്തിൽ വരുന്ന ബിറ്റ് റേറ്റ് 2 or അതിലധികമോ ടൈംസ് കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ബാൻഡ് വിഡ്ത്ത് ഓഫ് 4 PSK സിഗ്നൽ ട്രാൻസ്മിറ്റിംഗ് അറ്റ് 2000 ബിറ്റ്സ് പെർ സെക്കൻഡ്. 2000 ബിറ്റ്സ് പെർ സെക്കൻഡ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന 4 PSK-യിൽ ബാൻഡ് വിഡ്ത്ത് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ട്രാൻസ്മിഷൻ ഈസ് ഇൻ ഹാഫ് ഡ്യൂപ്ലെക്സ് ഫോർമാറ്റിലാവുമ്പോൾ ഇതിൻ്റെ ട്രാൻസ്മിറ്റിംഗ് ബിറ്റ്സ് പെർ സെക്കൻഡ് നമ്മൾ നേരെ ഹാഫ് എടുക്കുക. നേരെ ഹാഫ് എടുത്തു കഴിഞ്ഞാൽ എന്താവും, ഹാഫ് വരിക 100 ഹെഡ്സ് ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പം ബോഡ് റേറ്റ് സെയിം ആയതുകൊണ്ട് ബാൻഡ് വിഡ്ത്തും ബോഡ് റേറ്റും സെയിം ആയതുകൊണ്ട് അപ്പോൾ ബാൻഡ് വിഡ്ത്ത് 1000 ആണെങ്കിൽ ബോഡ് റേറ്റും 1000 ആയിട്ടാണ് വരിക. ഓക്കെ, APSK സിഗ്നൽ റിക്വയർസ് ബാൻഡ് വിഡ്ത്ത് ഈക്വൽ ടു ബോഡ് റേറ്റ്. ഓക്കെ, therefore ബാൻഡ് വിഡ്ത്ത് ഇസ് 1000 is. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഗിവൺ എ ബാൻഡ് വിഡ്ത്ത് ഓഫ് 5000 ഹെഡ്സ് 8 PSK-യുടെ പറഞ്ഞിരിക്കുന്നത്. വാട്ട് ആർ ദ ബോഡ് റേറ്റ് ആൻഡ് ബിറ്റ് റേറ്റ്? ബോഡ് റേറ്റും ബിറ്റ് റേറ്റും കാണാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ബോഡ് റേറ്റ് ഈസ് സെയിം ആസ് ബാൻഡ് വിഡ്ത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബോഡ് റേറ്റ് സെയിം ആയതുകൊണ്ട് 5000 ഹെഡ്സ് ആയിരിക്കും വരുന്നത്. ബട്ട് 8 ബിറ്റ് PSK ദ ബിറ്റ് റേറ്റ് ഈസ് 3 ടൈംസ് ദ ബോഡ് റേറ്റ്. ബോഡ് റേറ്റിനേക്കാളും 3 ടൈംസ് കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3 × 5000 അപ്പോൾ 15000 ആണ് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫേസ് ഷിഫ്റ്റ് കീയിങ് അല്ലെങ്കിൽ PSK എന്ന് പറയുന്നത്. ഇതിൽ ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.